യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്റെ പട്ടിയോട് ലോഗ്യം കൂടും. എന്നാ പിന്നെ എന്നും ഇങ്ങനെ ഏട്ടന്റെ അടിമയായി പെട്രോൾ അടിക്കാൻ കാശില്ലാതെ നടന്നു. നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാ. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ എന്റെ കൊച്ചിന്റെ തന്തയായി പോയില്ലേ. നിങ്ങൾ രക്ഷപ്പെട്ട ഞാനും രക്ഷപ്പെടുമെന്ന് ഓർത്തു. ശത്രുവാണെങ്കിലും സുനീഷ് നിങ്ങളുടെ സ്വന്തം അളിയനല്ലേ. പാപ്പരായ വിശ്വനാഥ മുതലാളിയേക്കാളും ഭേദമല്ലേ. ഏതായാലും പുത്തൻ പണക്കാരനായി അവൻ. നീ ഫോൺ വെച്ചേ. എന്താ കട്ട് ചെയ്യടി. ഇയാള് കൊളാക്കൂ. അത് ടെറസിലേക്ക് പോകുന്നുണ്ടോ? എന്തുപറ്റി? ഒന്നുമില്ല. എന്തിനാടാ ഈ പേടിപ്പിക്കുന്നേ? പതുക്കെ വിളിച്ചാ പോരെ. ഏട്ടാ ആകെ കുഴപ്പമായി. എന്തുടാ? അടിച്ചു. എനിക്കല്ല, ആ തെണ്ടി സുനീഷിന്. എന്റെ ഏട്ടാ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ 20 കോടി അടിച്ചത് ആ നാറിക്ക. എന്തുടാ ഈ പറയുന്നേ? സത്യമായിട്ടാ. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാ. അവൻ രക്ഷപ്പെട്ടല്ലോ ഏട്ടാ. കോടീശ്വരൻ അവൻ, കോടീശ്വരൻ. അയ്യോ വിശ്വേട്ടാ ഏട്ടാ എന്തു പറ്റിയെന്ന്? നീ എന്തോന്നും പറ്റാനാ? ഞാനിതെങ്ങനെ സഹിക്കും? ആ വായു നോക്കി അവന്റെ തള്ളയും ഇനി നമ്മുടെ മുമ്പിൽ കിടന്ന് ആർമാദിക്കത്തില്ലേ? ഇനി ഭൂമിയിലെങ്ങാണോ ഈ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ? അവൻ 20 കോടി ഉണ്ടെങ്കിൽ നമ്മുടെ 1500 കോടിയില്ല ഏട്ടാ. ഉണ്ടാ. എടാ അത് പേരിലല്ലേ ഉള്ളടാ. ഏട്ടിലെ പശു പുല്ല് തിന്നില്ലോടാ. ഇതിപ്പോ അങ്ങനെയാണോ? ഒരു ബാധ്യതയില്ലാതെ ആ പൊട്ടൻ ചങ്കന്റെ കയ്യിൽ കോടികൾ വന്ന് കയറാൻ പോവില്ലേ? ഓർത്തിട്ട് എനിക്ക് തല കറങ്ങുക. എന്റെയും തല കറങ്ങുന്നുണ്ട്. ആ കാശ് അവൻ അനുഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വേല ഒപ്പിച്ചേ പറ്റൂ. തൽക്കാലം നീ ഇത് ആരോടും പറയണ്ട. ഇല്ല. കളി എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്താ വിശ്വട്ടാ? എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പിന്നെ അജയമൻ എന്താ പറഞ്ഞിട്ട് പോയത്? അത് പിന്നെ നമ്മുടെ കരിവാറ്റിലെ കയറമ്പനിയില്ലേ, അവിടെ ഒരു ചെറിയ തൊഴിലാളി തർക്കം. അത് അവൻ പരിഹരിക്കുകയും ചെയ്തു. നീ പോയേ കുടുക്കാൻ കടുപ്പത്തിൽ ചായ എടുത്തോണ്ട് വാ. വല്ലാത്തൊരു തലവേദന. ബാമ്പുരട്ടി തരണോ? വേണ്ട, ചായ കുടിച്ചാൽ അങ്ങ് മാറും. ചെല്ലേ. $20 കോടി. അജയേട്ടാ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പിന്നെ അജയേട്ടൻ എന്തിനാ വെപ്രാളം പിടിച്ച് വിശ്വേട്ടനെ കാണാൻ പോയത്? അതാ വക്കീല് വിളിച്ചു പറഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടി പോയതാ. വക്കീൽ എന്തിനാ അജയേട്ടനെ വിളിക്കുന്നത്? വിഷുവിനെ നേരിട്ട് വിളിച്ച് പറഞ്ഞാ പോരെ? എന്താ മോളെ, നിനക്ക് എന്നെയും വക്കീലിനെയും സംശയമാണോ? അയ്യോ
അജയേട്ട അതല്ല. ആ, ഏതല്ലാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ മോളെ, ഏതായാലും ആ പരട്ട വക്കീലിനേക്കാളും സുന്ദരി എന്റെ പൊന്നൂസ് തന്നെ. പോവിടുന്ന്. ഈ അജയേട്ടന്റെ ഒരു കാര്യം. ഞാൻ പോവില്ല. പിന്നെ നീ വന്നേ. ആ വാ, ഒരു കാര്യം പറയട്ടെ. ആ നാളെ ഇതിന്റെ പേരില് എന്റെ ചെറുക്കന് ഒരു കുഴപ്പമുണ്ടാവരുത്. എനിക്ക് അത്രേ ഉള്ളൂ. എന്ത് കുഴപ്പം? ആ, ലോട്ടറി അടിക്കാന്ന് പറഞ്ഞ അതിൽ പരം ഭാഗ്യം വേറെ വല്ലതുണ്ടോ? ഈ ലോകത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വേട്ടാവളിയന്മാരും ടിക്കറ്റ് എടുക്കുന്നവരില്ലേ? എത്ര പേർക്കുണ്ട് ഈ ഭാഗ്യം? ലക്ഷത്തിലൊരാൾക്ക്, അല്ല കോടിയിലൊരാൾക്ക്. ആ കോടീശ്വരനല്ലേ ഈ നിൽക്കുന്നത്. എന്റെ കമലാക്ഷി ചേച്ചി, ഈ ലോട്ടറി അടിക്കുന്നതിലല്ല കാര്യം. അത് കൈകാര്യം ചെയ്യുന്നതിലും കിട്ടുന്ന കാശ് ബുദ്ധിപരമായി നിക്ഷേപിക്കുന്നതിലെ കാര്യം. ദേ, ആ 20 കോടി എന്റെ സുനീഷ് മോന്റെ കയ്യിലോട്ടൊന്ന് വന്നോട്ടെ. ഒരൊറ്റ വർഷം കൊണ്ട് അത് എങ്ങനെ ഇരട്ടിപ്പിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെന്നിത്തലയിലെ ഒരു അച്ഛനും മോനുണ്ട്. യുവർ മണി അവർ ഹാപ്പിനെസ്. വലിയ ബാങ്കാര. 1 രൂപ നമ്മൾ ഇട്ടാലേ ദിവസം 300 രൂപ പലിശ തരും. അപ്പൊ 20 കോടിക്ക് ദിവസം എത്ര കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയേ. 5 വർഷം കഴിയുമ്പോ നമ്മൾ ഇട്ട തുക തിരിച്ചു തരും. അത് കൊള്ളാലോ. പിന്നെ കൊള്ളാത്ത കാര്യം ഞാൻ പറയൂ. അവിടെ പൈസ ഇടാൻ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ക്യൂ നിൽക്കുക. ആ ദേ, കൈ നനയാതെ മീൻ പിടിക്കാൻ മലയാളികളെ കഴിഞ്ഞല്ലേ വേറെ ആരുള്ളൂ. ഏതായാലും ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്ത് നോക്കാം. ദേ, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയാലേ 5 വർഷം കൊണ്ട് കേരളത്തിലെ ശതകോടീശ്വരനാ ഈ നിൽക്കുന്ന സുനീഷ് കുമാർ. അതൊന്നും ശരിയാവില്ല. എന്താ ഇത്രയും വലിയ ഭാഗ്യം തേടി വന്നിട്ട് 5 വർഷമൊക്കെ കാത്തിരിക്കുക എന്ന് പറഞ്ഞ കാത്തിരുന്നാൽ എന്താ കുഴപ്പം? പയ്യെ തിന്ന പനയും തിന്നാം, കേട്ടിട്ടില്ലേ? എന്തിനാ അങ്ങനെ പയ്യെ തിന്നുന്നേ? 20 കോടിയല്ലേ കയ്യിലിരിക്കുന്നേ. സുനീഷേട്ടന് വല്ല ബിസിനസ്സും തുടങ്ങിക്കൂടെ? എന്ത് ബിസിനസ്? അത് വെല്ലൂരെന്ന് അച്ഛൻ കൂടെ വന്നിട്ട് നമുക്ക് ആലോചിക്കാം. അച്ഛന്റെ കയ്യിലാവുമ്പോ ഒരുപാട് ഐഡിയാസ് ഉണ്ടല്ലോ. മീൻ കച്ചവടം ചെയ്യാനുള്ള ഐഡിയ അല്ലേ? മീൻ കച്ചവടം എന്താ മോശമാണോ? ഈ കോളനിയിൽ എല്ലാരും ജീവിക്കുന്ന അതുകൊണ്ടല്ലേ. ഈ കോളനി എല്ലാരും ജീവിക്കുന്ന പോലെ ജീവിക്കാനാണോ ദൈവം അവന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്തത്? കോടീശ്വരന്മാരുടെ രീതിയിൽ ജീവിക്കണം. എന്റെ അണ്ണ ആദ്യം കാശ് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടെന്ന്. അല്ല ആതിരക്കുട്ടി, ആതിരക്കുട്ടി വിഷമിക്കുന്നു വേണ്ട. സൂണണ്ണൻ നമുക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. ഇന്നലെ വന്ന് കയറിയ കൊച്ചിനറിയില്ലല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. എന്റെ കൊച്ചേ, ഞങ്ങൾ അടയും ചക്കരയും പോലെ ജീവിച്ചവരാ. ഇവനൊരു നല്ല കാലം വന്നാ അതെന്റെയും കൂടി നല്ല കാലമല്ലേ? ടാറ്റയെ പോലെ, ബിർളയെ പോലെ, അംബാനി അദാനിയും പോലെ ഇവനൊരു കോടീശ്വരനാക്കിയിട്ട് ഇനി ഈ സുഗുണം വിശ്രമിക്കൂ. അപ്പൊക്കെ പറഞ്ഞ പോലെ പോട്ടെ മോനെ കോടീശ്വര. ഇറങ്ങട്ടെ ചേച്ചി? പോട്ടെ മോളെ. സുനീഷേട്ടാ ഒന്ന് വന്നേ.